ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. കടൽ മണൽ ഖനന വിഷയത്തിൽ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ലോക്സഭാ മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കുന്നതിനെതിരായ ഐക്യദാർഢ്യ സമ്മേളനത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ച് തമിഴ്നാട് സർക്കാർ. കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ 3 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി എം പി രാജേഷ്. മീനമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. പുതിയ ദർശന രീതിയുടെ ട്രയൽ റണ്ണിന് സന്നിധാനത്ത് തുടക്കം. സംസ്ഥാനത്ത് കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിച്ച് മാത്രമായിരിക്കും സംസ്ഥാനത്ത് കടൽ മണൽ ഖനനം നടപ്പാക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. വിഷയത്തിൽ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. വികസനം മനുഷ്യരാശിയുടെ ആവശ്യമാണെന്നും ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നതെന്നും ശ്രീ ജോർജ് കുര്യൻ വ്യക്തമാക്കി. കേരളം വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിൽ മുന്നിലാണെന്നും ചേവരമ്പലം ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. വികസനം മനുഷ്യരാശിയുടെ ആവശ്യമാണെന്നും വരും തലമുറയുടെ മുന്നോട്ടുപോക്കിന് ഇത് അനിവാര്യമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ലോക്സഭാ മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കുന്നതിനുള്ള കേന്ദ്ര നീക്കങ്ങൾക്കെതിരെ ചെന്നൈയിൽ ഈ മാസം 22-ന് വിളിച്ചു ചേർക്കുന്ന ഐക്യദാർഢ്യ സമ്മേളനത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ച് തമിഴ്നാട് സർക്കാർ. തമിഴ്നാട് ഐടി മന്ത്രി പളനിവേൽ ത്യാഗരാജൻ, തമിഴ്ചി തങ്കപാണ്ഡ്യൻ എം പി എന്നിവർ നേരിട്ടെത്തിയാണ് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത്. ചെന്നൈയിൽ നടക്കുന്ന സമ്മേളനത്തോടും വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടിനോടുമുള്ള ഐക്യദാർഢ്യം മുഖ്യമന്ത്രി അറിയിച്ചു. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് 2 കിലോയോളം കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ ആകാശ് എന്ന വിദ്യാർത്ഥിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ആകാശിന് പുറമെ അഭിരാജ്, ആദിത്യൻ എന്നീ വിദ്യാർത്ഥികളെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. ഇവരെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. 3 വിദ്യാർത്ഥികളെയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സംഭവം അന്വേഷിക്കാൻ 4-അംഗ അധ്യാപക സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ പിടിയിലായ വിദ്യാർത്ഥികൾ ഏത് സംഘടനയിൽ ഉൾപ്പെട്ടവരാണെന്ന കാര്യം സർക്കാരിനും എക്സൈസ് വകുപ്പിനും വിഷയമല്ലെന്ന് മന്ത്രി എം പി രാജേഷ്. ഒരു തരത്തിലുമുള്ള ഇളവും ഇക്കാര്യത്തിലുണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്നും കോളേജുകളും ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ച് പ്രത്യേക പരിശോധന നടത്തുമെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. കളമശ്ശേരിയിൽ പിടിയിലായത് എസ്എഫ്ഐ നേതാക്കളാണെന്നും ഇതിനെതിരെ സിപിഎമ്മും സർക്കാരും കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ലഹരിക്കെതിരെ സംസ്ഥാനത്ത് ജനജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പേരിലാണ് ഈ മാസം 17 മുതൽ 25 വരെ പ്രത്യേക ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നത്. 3.5 ലക്ഷം എൻഎസ്എസ് പ്രവർത്തകർ ക്യാമ്പയിന്റെ ഭാഗമാകും. കലാലയങ്ങളിലും പൊതുസമൂഹത്തിലും ലഹരി ഉപഭോഗത്തിന് എതിരായിട്ടുള്ള ജാഗ്രത ഉറപ്പാക്കുന്നതിനു വേണ്ടി വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ വിവിധങ്ങളായിട്ടുള്ള ഏജൻസികളിലൂടെ നടപ്പാക്കി വരികയാണ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പേര് നൽകിയിട്ടുള്ള ക്യാമ്പയിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ 3500 എൻഎസ്എസ് യൂണിറ്റുകളിൽ നിന്നുള്ള 3.5 ലക്ഷം സന്നദ്ധ പ്രവർത്തകരും ഭാഗമാക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ സബ്സിഡിയായി 352.5 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. നെല്ല് സംഭരണ ചുമതലയുള്ള സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് തുക അനുവദിച്ചത്. ഈ വർഷം നേരത്തെ 2 തവണയായി 225 കോടി രൂപയും ഈ ഇനത്തിൽ അനുവദിച്ചിരുന്നു. സംസ്ഥാനത്തെ ക്ഷീര കർഷകർക്ക് സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കാൻ കേരള ബാങ്കുമായി ചേർന്ന് വായ്പ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഫോക്കസ് ബ്ലോക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ക്ഷീര കർഷക അവാർഡ് വിതരണവും തൊടുപുഴയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ഫോക്കസ് ബ്ലോക്ക് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 50 ബ്ലോക്ക് പഞ്ചായത്തുകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന ക്ഷീര സഹകാരി പുരസ്കാരം തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശി സജു ജെഎസ് ചടങ്ങിൽ ഏറ്റുവാങ്ങി. മേഖലാതല പുരസ്കാരങ്ങളും മന്ത്രി വിതരണം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. മീനമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. ഇന്ന് പൂജകളൊന്നും തന്നെയില്ല. മീനം 1 നാളെ രാവിലെ 5 മണിക്കാണ് നട തുറക്കുക. മേൽപ്പാലം ഒഴിവാക്കിയുള്ള പുതിയ ദർശന രീതിയുടെ ട്രയൽ റൺ സന്നിധാനത്ത് ആരംഭിച്ചു. കൊടിമരത്തിന്റെ ഇരുവശവും വഴി 2 വരികളിലായി ഭക്തരെ കടത്തിവിട്ട് ബലിക്കൽപുര വഴി ശ്രീകോവിലിന് മുന്നിൽ പ്രവേശിക്കും വിധമാണ് പുതിയ ദർശന രീതി. തീർത്ഥാടകർക്ക് അയ്യപ്പ ദർശന സമയം 20 മുതൽ 30 സെക്കൻഡ് വരെ ഇതിലൂടെ കൂടുതലായി ലഭിക്കും. വിഷുവിന് നട തുറക്കുന്ന സമയവും ഈ രീതി പരീക്ഷിക്കും. വർണ്ണങ്ങളുടെ ഉത്സവമായ ഹോളി വിപുലമായി ആഘോഷിച്ച് രാജ്യം. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ ആഘോഷമായ ഹോളി വസന്തത്തിന്റെ വരവറിയിക്കുന്ന ഉത്സവം കൂടിയാണ്. വർണ്ണങ്ങൾ വിതറിയും മധുരം പങ്കിട്ടും ഹോളി ആഘോഷിക്കുകയാണ് കേരളത്തിലെ ഉത്തരേന്ത്യൻ സമൂഹവും. കോഴിക്കോട് ഗുജറാത്തി സ്ട്രീറ്റ്, നട്ട് സ്ട്രീറ്റ്, അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകൾ എന്നിവ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. വ്യാപാര ആവശ്യത്തിനുൾപ്പെടെ കോഴിക്കോട്ടെത്തി സ്ഥിരതാമസമാക്കിയവരുടെ കുടുംബങ്ങൾ നിരവധി പേർ കോഴിക്കോട്ടുണ്ട്. കോഴിക്കോട്ടും ഇതിന്റെ ഭാഗമായി എല്ലാ വർഷവും ഹോളി ആഘോഷങ്ങൾ നടക്കാറുണ്ട്. രാവിലെ ഹോളി ഉത്സവത്തെ അടയാളപ്പെടുത്തി ഹോളികാ ദഹൻ നടന്നു. തിന്മയ്ക്കെതിരെ നന്മയുടെ വിജയത്തിന്റെ പ്രതീകമായ ഹോളികയുടെ കോലം കത്തിച്ചാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത്. കോഴിക്കോട്ട് ഗുജറാത്തികൾ, രാജസ്ഥാനികൾ, ബംഗാളികൾ തുടങ്ങി ഉത്തരേന്ത്യൻ കമ്മ്യൂണിറ്റികൾ വളരെ ആവേശത്തോടെയും മതപരമായ ചടങ്ങുകളോടെയുമാണ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. നേരിട്ട് വെയിലേൽക്കുന്ന ജോലി ചെയ്യുന്നവർ ജോലി സമയം പ്രഭാതങ്ങളിലും വൈകുന്നേരങ്ങളിലുമായി ക്രമീകരിക്കണം. കടുത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഇന്നും നാളെയും താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. കടുത്ത വേനലിൽ നീരുറവകൾ വറ്റിയതോടെ കണ്ണൂർ കണ്ണവം വനത്തിൽ വന്യജീവികൾക്ക് പ്രകൃതിദത്ത തടയണകൾ നിർമ്മിച്ച് കുടിവെള്ളമൊരുക്കുകയാണ് വനംവകുപ്പ്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ പ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ട 10 പരിപാടികളിൽ ആദ്യത്തെ പദ്ധതിയാണിത്. കണ്ണവം റേഞ്ചിലെ കണ്ണവം, നെടുമ്പൊയിൽ സെഷനുകളിൽ ഉൾപ്പെട്ട നീർച്ചാലുകൾ പുനർജീവിപ്പിച്ച് 10ഓളം ബ്രഷ് വുഡ് തടയണകൾ നിർമ്മിച്ചു. വേനൽ കടുത്തതോടെ വനത്തിനുള്ളിലെ മൃഗങ്ങൾക്ക് ജലലഭ്യത ഉറപ്പാക്കുകയും വെള്ളം തേടി വന്യജീവികൾ ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നത് തടയുകയുമാണ് ഈ ആശയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. മാരക മയക്കുമരുന്നായ മെത്താംഫെറ്റമിനുമായി പാലക്കാട് 2 യുവാക്കൾ പിടിയിലായി. മൂവാറ്റുപുഴ സ്വദേശി രാജേഷ്, കോവളം സ്വദേശി അജിത് എന്നിവരെയാണ് 28 ഗ്രാം മെത്താംഫെറ്റമിനുമായി പോലീസ് പിടികൂടിയത്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. മുംബൈ ബ്രാബോൺ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. തുടർച്ചയായ 3ാം ഫൈനലിനാണ് ഡൽഹി നാളെ കളിക്കളത്തിലിറങ്ങുന്നത്. 2ാം കിരീട നേട്ടമാണ് ഹർമൻപ്രീത് കൌർ നേതൃത്വം നൽകുന്ന മുംബൈ ഇന്ത്യൻസിന്റെ ലക്ഷ്യം. ഇന്ത്യൻ കരസേനയിലേക്കുള്ള അഗ്നിവീർ തെരഞ്ഞെടുപ്പിനായി ഓൺലൈൻ രജിസ്ട്രേഷൻ പുരോഗമിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലെ പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് അടുത്ത മാസം 10 വരെ അപേക്ഷിക്കാം. 10, 12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ പങ്കെടുത്ത് ഫലപ്രഖ്യാപനത്തിനായി കാത്തിരിക്കുന്നവർക്കും രജിസ്ട്രേഷനിൽ പങ്കെടുക്കാവുന്നതാണ്. പാലക്കാട് കഞ്ചിക്കോട് അസിസി സ്കൂൾ വളപ്പിൽ ഇറങ്ങിയ കാട്ടാനകൾ തെങ്ങും വാഴകളും നശിപ്പിച്ചു. ദേശീയപാതയോട് ചേർന്നുള്ള സ്കൂളിൽ ഇന്നലെ അർദ്ധരാത്രി എത്തിയ കാട്ടാനകളാണ് ഭീതി പരത്തി വ്യാപക നാശമുണ്ടാക്കിയത്. നിർദ്ദിഷ്ട ദേശീയപാത 66ൽ കണ്ണൂർ പാപ്പനശ്ശേരി വേണാപുരത്ത് അനുവദിച്ച അടിപ്പാത നിർമ്മാണത്തിനായി റോഡ് അടയാളപ്പെടുത്താൻ എത്തിയ അധികൃതരെ കർമ്മസമിതി തടഞ്ഞു. അടിപ്പാതയുടെ വലിപ്പം കുറവാണെന്നാരോപിച്ച് ഇത് 2ാം തവണയാണ് ഉദ്യോഗസ്ഥരെ തടയുന്നത്. ഇരുകൂട്ടരെയും നാളെ വളപട്ടണം സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കടൽ മണൽ ഖനന വിഷയത്തിൽ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ലോക്സഭാ മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കുന്നതിനെതിരായ ഐക്യദാർഢ്യ സമ്മേളനത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ച് തമിഴ്നാട് സർക്കാർ. കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ 3 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി MP രാജേഷ്. മീനമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. പുതിയ ദർശന രീതിയുടെ ട്രയൽ റണ്ണിന് സന്നിധാനത്ത് തുടക്കം.
സംസ്ഥാനത്ത് കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.